രണ്ടിനെയും പൊക്കിക്കോ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഒന്നായാലും രണ്ടായാലും നമുക്ക് കാര്യം നടന്നാ മതി. ആ പിന്നെ ക്ലോറോഫോം എടുത്തിട്ടില്ലേ? ഉണ്ട്. പക്ഷേ ഇതിപ്പോ ഓട്ടോക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലമാ. ഇവിടെ അവര് ഫാമിലി ആയിട്ടൊരു പരിപാടിക്ക് വന്നിരിക്കുക. ആ അപ്പൊ സൂക്ഷിക്കണം. ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അറിയാലോ, ഓട്ടോക്കാര് ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്നവരാ. അവര് കൂടിയാലേ കാക്കക്കൂട്ടം പോലെയാ. രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ബെൻസൺ എന്തിയെ? കൂടെയുണ്ട്. എന്നാ പിന്നെ ചടങ്ങ് കഴിഞ്ഞിട്ട് വിളിക്കാം. ആ പിന്നെ ഇരുട്ടിയിട്ട് കൊണ്ടുവന്നാ മതി, ഇല്ലെങ്കിൽ സംശയം തോന്നും. ഓക്കെ. രണ്ടിനെയും പൊക്കിക്കോളാം. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയേക്കാം. പ്രതീക്ഷിച്ച രീതിയിലല്ല അവൻ വളർന്നത്. അവന്റെ മനസ്സിൽ ഇത്രയും ക്രൂരതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഇക്കാനോട് ഞാൻ മാപ്പ് ചോദിക്കുക. ബന്ധങ്ങളുടെ വില അവൻ അറിയില്ലേ ഇക്ക. അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ലഹരിയുണ്ട് ഇക്ക. ഇല്ലെങ്കിൽ ഇക്കാനോട് ഇങ്ങനെയൊക്കെ അവൻ ചെയ്യോ? ഇക്ക ഓർക്കുന്നുണ്ടോ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ നമ്മൾ അവനെ? അവന്റെ വാപ്പയെക്കാളും ചെറുപ്പത്തിൽ അവന്റെ സ്നേഹം മുഴുവൻ ഇക്കായോടായിരുന്നു. നൂർജഹാനെക്കാളും വാത്സല്യത്തോടെയല്ലേ ഇക്ക എന്റെ മോനെ കണ്ടിരുന്നത്. എന്നിട്ട് എന്റെ ഇക്കാനോട് അവൻ എങ്ങനെയൊക്കെ ചെയ്തത്? ഈ പാപമൊക്കെ എങ്ങനെ ഇക്കാൻ ഞാൻ വീട്ടിൽ തീർക്കുക? ഇനിയിപ്പൊ നൂർജഹാന്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവളെ എനിക്ക് അങ്ങനെ ഉപേക്ഷിച്ച് എഴുതി തള്ളിക്കളയാൻ പറ്റില്ല. നസീർ എന്റെ മകനൊക്കെയാ. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ പോക്കിൽ എനിക്ക് പേടിയാ. അവന്റെ കയ്യിലേക്ക് നൂർജഹാനെ കൊടുത്താൽ എന്റെ നബീസാന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് ഈ കല്യാണം നമുക്കിപ്പൊ നടത്തണ്ടേക്ക. എനിക്ക് പേടിയാ എന്റെ മോനെ. ഈ കല്യാണം വേണ്ടേക്ക. വേണം. മക്കള് വഴിപിഴച്ചു പോയിട്ടല്ല തള്ളമാർ അവരെ കുറിച്ച് ചിന്തിക്കേണ്ടത്. വഴിപിഴച്ച് പോകുന്നതിന് മുമ്പാ. അവന്റെ കൂട്ട് അവനെ അല്പം വഷളാക്കി, അതെനിക്കും അറിയാവുന്നതാ. പക്ഷേ എന്ന് വെച്ച് നമുക്ക് നമ്മുടെ മകനെ കളയാൻ പറ്റുമോ? ഇല്ല. അവനെ ഗുണദോഷിച്ച് നന്നാക്കി എടുക്കണം. അതിനുള്ള ഏക മരുന്നാണ് നൂർജഹാൻ. അപ്പൊ ഇതൊരു പരീക്ഷണ കല്യാണമാണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട എത്രയോ ചെറുപ്പക്കാർക്ക് കല്യാണം ഒരു തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കിയിട്ടുണ്ട്. ആ അത് പിന്നെ അത്ര ഭീകരമായിട്ടൊന്നും നമ്മുടെ മകൻ നമ്മുടെ കൈവിട്ടു പോയിട്ടില്ലല്ലോ. ഇല്ലേ? കൈവിട്ടു പോയിട്ടില്ലേ? എന്റെ ഇങ്ങനെ കിടക്കാൻ കാരണം ആരാണെന്നറിയോ? സുബൈദേ, നീ ഇപ്പൊ സംസാരിക്കേണ്ടത് നിന്റെ മകന്റെ ഭാഗത്തു നിന്നാ. രണ്ട് വാക്ക് ശ്രീധരേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അയ്യോ, അതൊന്നും വേണ്ട. നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷം എന്താണെന്ന് ഈ നാട്ടുകാർ കൂടി ഒന്ന് അറിയട്ടെ ശ്രീധരേട്ടാ. വരണം, വരാൻ മടിക്കണ്ട. ചെല്ല്.
എന്റെ മകൾക്കൊപ്പം വിജയം നേടിയ എല്ലാ കൊച്ചുമിടുക്കികൾക്കും മിടുക്കന്മാർക്കും വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം ഇനിയും അവർ തുടർന്ന് പഠിക്കാനും ഉന്നത വിജയം കൈവരിക്കാനും സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി എന്റെ മോള് ശ്രീമോൾ നേടിത്തന്ന വിജയം അത് എന്റെ കഷ്ടപ്പാടിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ധനം തന്നെയാണ്. മുണ്ടു മുറുക്കിയെടുത്തവന്റെ വിജയം അച്ഛൻ ഒരു മകൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. ഈ വിജയം എന്റെ മാത്രം വിജയമല്ല, അല്ലെങ്കിൽ എന്റെ മോളുടെ മാത്രം വിജയമല്ല, ഈ കോളനിക്കാരുടെ കൂട്ടായ പ്രാർത്ഥനയിൽ നിന്നുണ്ടായ വിജയമാണ്. ഇനി മോക്ക് എന്താണ് പറയാനുള്ളത്? പറയുമോളെ. എനിക്ക് സ്നേഹം പറഞ്ഞറിയിക്കാൻ അറിയില്ല, പക്ഷെ അത് പ്രവർത്തിച്ചു കാണിക്കാൻ പറ്റും. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ, അതിന് കാരണക്കാരൻ എന്റെ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് ഇത് അവകാശപ്പെട്ടതും എന്റെ അച്ഛന് തന്നെയാണ്.